കൊച്ചി കായൽ നടുക്ക് ഇത്ര കോൺഫിഡന്റ് ആയിട്ട് നിൽക്കാൻ 3 പേരാണ് കാരണം. അവരെ പറ്റിയാണ് നമ്മൾ ഇന്ന് അറിയാൻ പോകുന്നത്. പരിചയപ്പെടുത്തുന്നതിന് മുൻപ് ആദ്യം ഒരു കാര്യം പറയാം. കൊച്ചി പഴയ കൊച്ചി ആയിരിക്കാം, പക്ഷെ കൊച്ചിയുടെ വാട്ടർ മെട്രോ പഴയ വാട്ടർ മെട്രോ അല്ല. കാരണം ഇതിന്ന് നയിക്കുന്നത് 2 പെൺസാരഥികളാണ്. 2 അല്ല 3 പേരുണ്ട്. ഇന്ന് നമ്മൾ 2 പേരെയാണ് പരിചയപ്പെടാൻ പോകുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ വാട്ടർ മെട്രോ പൈലറ്റുമാരെയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അരുണിമ, ലക്ഷ്മി. ഞാൻ ലക്ഷ്മി. ഞങ്ങൾക്കും കൊച്ചി വാട്ടർ മെട്രോയിൽ ബോട്ട് ഓപ്പറേഷൻ ട്രെയിനായിട്ട് വർക്ക് ചെയ്യുന്നു. ഞങ്ങളിവിടെ ആദ്യം ജോയിൻ ചെയ്യുന്ന ടൈമിൽ കുറച്ച് പേടിയുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഇതിന് മുന്നേ ഒരു എക്സ്പീരിയൻസോ കാര്യങ്ങളോ ഒന്നും ഈ ഫീൽഡിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾക്ക് മാത്രമല്ല, ഇപ്പോൾ വീട്ടിലായാലും അവർക്കൊരു ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നു ഇതിനെക്കൊണ്ട് പറ്റുമോ എന്നൊക്കെ. പക്ഷേ ഞങ്ങളത് ചെയ്ത് കാണിച്ചു കൊടുത്തു. അപ്പോൾ അവരും ഭയങ്കര ഹാപ്പിയാണ്. നാട്ടിലായാലും വീട്ടിലായാലും എല്ലാത്തിൻ്റെയും റെസ്പോൺസ് വളരെ സന്തോഷമുള്ളതാണ്. നല്ല ഒരു പ്രൗഡായിട്ട് തന്നെയാണ് കാണുന്നത്. ഞങ്ങൾ വന്നതിന് ശേഷം ഞങ്ങൾക്ക് മനസ്സിലായെന്ന് വെച്ചാൽ അങ്ങനെ സ്ത്രീകൾ പുരുഷന്മാരെന്ന് പറഞ്ഞാൽ വേർതിരിച്ച് കാണേണ്ട കാര്യമല്ല. കാരണം സ്ത്രീകൾക്കും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ ഇവിടെ ഉള്ളൂ. പുരുഷന്മാർ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ഇതിൻ്റെ റോപ്പ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റും. അതുപോലെ മെയിൻ്റെനൻസ് ആയാലും നമുക്ക് ചെയ്യാൻ പറ്റും. ബോട്ട് ഓടിക്കുന്ന ആയാലും നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മളെല്ലാവരും കാറും ബൈക്കും ഒക്കെ ഓടിക്കുന്ന പോലെ തന്നെയാണ് ബോട്ടും നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും. നമ്മൾ ഇപ്പോൾ ഈ പോകുന്ന വണ്ടി ഓടിക്കുന്നത് 2 വനിതാ പൈലറ്റുമാരാണ്. അപ്പം ഹൗ ഡു യു ഫീൽ? രാജ്യത്തെ ആദ്യത്തെ വനിതാ പൈലറ്റുമാരാണ് വാട്ടർ മെട്രോ ഡ്രൈവ് ചെയ്യുന്നവർ. അപ്പം എങ്ങനെയാണ് അത് ഫീൽ ചെയ്യുന്നത്? ആസ് എ വിമൻ ആൻഡ് ആസ് എ യങ് പേഴ്സൺ. സോ ഹാപ്പി ബിക്കോസ് ഇപ്പം ഗേൾസ് ആൻഡ് വുമൻ എല്ലാവരും ഈ ഒരു പൊസിഷനിൽ വരിക എന്ന് വെച്ചാൽ പണ്ട് ലൈക്ക് വി ഡോണ്ട് ഹാവ് ദീസ് കൈൻഡ്സ് ഓഫ് തിങ്സ് ലൈക്ക് ഗേൾസ് ഇങ്ങനെ വരുന്നത്. സോ ഫീലിംഗ് ഹാപ്പി ആൻഡ് പ്രൗഡ്. ലൈക്ക് എല്ലാവരും എല്ലാ പൊസിഷനിലും എസ്പെഷ്യലി വിമൻ ഈ പൊസിഷനിലൊക്കെ വരിക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ബീൻ സോ ഹാപ്പി. ഇതൊരു റവല്യൂഷണറി ആയിട്ടുള്ള ഒരു തീരുമാനമാണ്. കാരണം ഇന്ത്യയിൽ വേറെ എവിടെയും ഇത് നടന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പം കേരളത്തിൻ്റെ രീതിയിൽ ചിന്തിക്കുകയാണെങ്കിലും ഇപ്പം കുറച്ചും കൂടെ ഹോളിസ്റ്റിക് ആയിട്ട് ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുകയാണെങ്കിലും ഇത്രയും വലിയൊരു തീരുമാനം എടുക്കുന്നത് ഇതുകൊണ്ടും വളരെ മികച്ചൊരു കാര്യമാണ്. അപ്പം വെരി ഹാപ്പി ടു നോട്ട് വനിതാ പൈലറ്റ് നമ്മുടെ വാട്ടർ മെട്രോയിൽ ഉണ്ട്. നല്ല ഒരു കാര്യമാണ്. വുമൻ എംപവർമെന്റ് ഈസ് ദ കീ ഹിയർ. അവരൊരു പൈലറ്റുമാരാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷിക്കാൻ കാരണം. വനിതകൾ ഇപ്പോഴത്തെ ഈ സംരംഭത്തിലേക്കൊക്കെ വരുന്നത് ഏറ്റവും നല്ലൊരു കാര്യമാണ്. I believe everything that our sons can do, our daughters can also do. So we need to promote the girls and just saying that you educate your daughter. So again, my best wishes to these ladies, and if somebody is watching me there, I want to say even you can do it. Just have courage and you can change the world. ഞങ്ങളിപ്പോൾ 2.5 വർഷമായി കൊച്ചി വാട്ടർ മെട്രോയുടെ ഭാഗമാണ്. ഇപ്പോൾ ഞങ്ങൾ നമ്മുടെ മാസ്റ്റേഴ്സിൻ്റെ അസിസ്റ്റൻസിലാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. ഒരു 2 മാസം കൂടെ കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സെറാങ്ക് ലൈസൻസ് എന്ന് പറയുന്ന ലൈസൻസ് കിട്ടും. അത് കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇൻഡിവിജ്വലായിട്ട് ഈ ബോട്ട് കൈകാര്യം ചെയ്യാൻ കഴിയുന്നതാണ്. സ്ത്രീകൾ കൂടുതൽ വരികയാണെങ്കിൽ നമുക്ക് ഷിപ്പിലായിട്ടൊക്കെ എല്ലാവർക്കും ഒരു തൊഴിൽ സാധ്യതയുണ്ട്. ഈ ലസ്കറും സ്ട്രാങ്ക് ബോട്ട് മാസ്റ്റർ അങ്ങനെ ലൈസൻസ് കിട്ടിക്കഴിഞ്ഞാൽ STCW എന്ന കോഴ്സും കൂടി ആ കോഴ്സും കൂടി കംപ്ലീറ്റ് ചെയ്താൽ നമുക്ക് ഷിപ്പിലായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് കിട്ടുന്നത്. ലേഡീസിന് ഇനിയും കടന്നു വരാൻ പറ്റുന്ന ഒരു മേഖല തന്നെയാണ്, സാധ്യത ഉള്ള മേഖലയുമാണ്. അപ്പം ആത്മവിശ്വാസത്തോടെ പ്രതിസന്ധികളുടെ അലയടികളെ എല്ലാം കീറി മുറിച്ചുകൊണ്ട് നമ്മുടെ പെൺസാരഥികൾ യാത്ര തുടരുകയാണ്. അവർക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് വീഡിയോ ജേർണലിസ്റ്റ് ജോസ് മോനൊപ്പം ഭാവന രാധാകൃഷ്ണൻ ഇൻ റിപ്പോർട്ടർ കൊച്ചി സൈനിങ് ഓഫ്.